പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവചനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം എൻ്റെ 53 വാക്യം. അബ്രഹാമിന്റെ ദൈവവും നാഹോരിന്റെ ദൈവവും അവരുടെ പിതാവിന്റെ ദൈവമായവൻ നമുക്ക് മധ്യേ വിധിക്കട്ടെ എന്ന് പറഞ്ഞ് യാക്കോബ് തന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു. വളരെ അനുഗ്രഹമായ ശ്രേഷ്ഠമായ വചനമാണ്. നമ്മൾ വേദപുസ്തകത്തിലേക്ക് വാങ്ങിക്കുന്ന അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. എന്നാൽ ഇവിടെ വേദപുസ്തകം പറയുമ്പം അബ്രഹാമിന്റെ ദൈവവും നാഹോരിന്റെ ദൈവവും, അബ്രഹാമിന്റെ സഹോദരന്റെ ദൈവം ലെവിയ ദൈവവും അവരുടെ പിതാവിന്റെ എന്ന് പറഞ്ഞാൽ തേറക്ക് ഇരിക്കണം ദൈവമായത് നമ്മുടെ മധ്യേ വിധിക്കട്ടെ എന്ന് പറഞ്ഞ് യാക്കോബ് തന്റെ പിതാവായ ഇസ്ഹാക്കിന്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു. ഞാൻ ആ ഭാഗം നിങ്ങൾ ഓർപ്പിച്ചുള്ളൂ. വ്യത്യസ്ത എൻ്റെ ചിന്തയിലേക്കൊന്നും പോകാൻ സമയമില്ല, എൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട്. പ്രൈസലോ ഇവിടെ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം, അത് ഇസ്ഹാക്കിന്റെ ഭയമായവനെ ഇസ്ഹാക്കിന്റെ ഭയമായവനെ ചൊല്ലി ഹല്ലേലൂയ സ്തോത്രം യാക്കോബ് സത്യം ചെയ്തു. പ്രൈസലോ അപ്പൊ നമ്മൾ വളരെ ശ്രേഷ്ഠതയോടുകൂടി ഈ കാലഘട്ടത്തിൽ ജീവിച്ച് ജീവിത വിശുദ്ധി നിലനിർത്തി നമ്മുടെ ദൈവം ആരെന്ന് നമ്മൾ മനസ്സിലാക്കി പിതാക്കന്മാർ ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിൽ എടുത്ത തീരുമാനങ്ങൾക്കും സത്യങ്ങൾക്കും നേർച്ചകൾക്കും ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അവർ കർത്താവിനെ അതുപോലെ ബഹുമാനിച്ച് ആദരിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ തലമുറ നമ്മളത് കണ്ടുപഠിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിത പരാജയം എത്ര കഷ്ടതയിലൂടെ ആയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമുക്കറിയ സ്തോത്രം ഇവിടെ നമ്മൾ ഇസ്ഹാക്ക് ഹല്ലേലൂയ കർത്താവിന് വളരെ പ്രിയമുള്ളവനായിരുന്നു. ചില ദിവസങ്ങളായിട്ട് ഇസ്ഹാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇസ്ഹാക്ക് കർത്താവിന് വളരെ പ്രിയമുള്ളവനായിരുന്നു. കർത്താവ് തന്നെ അല്ലെങ്കിൽ ഇസ്ഹാക്കിനെ തന്നോട് കൂട്ടിച്ചേർത്തു. ഇസ്ഹാക്ക് അല്ലെങ്കിൽ കർത്താവിന് വളരെ പ്രിയമുള്ളവനായിരുന്നതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര സഹോദര, നീ കർത്താവിന് പ്രിയമുള്ളവനാണോ? നിന്റെ മക്കൾ കർത്താവിന് പ്രിയമുള്ളവരാണോ? നിങ്ങൾ തന്നെ ചോദിക്കേണ്ട കാര്യങ്ങളാണ്. ഇസ്ഹാക്ക് കർത്താവിന് പ്രിയമുള്ളവനായിരുന്നത് കൊണ്ട് കർത്താവിനെ കൂട്ടിച്ചേർത്തു. അല്ലേ? കർത്താവിനോട് ചേർന്നു നിന്നു, അവൻ കർത്താവിനോട് ചേർന്നു നിന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇസ്ഹാക്കിന്റെ ദൈവം എന്ന് അല്ലൊരു പറയുവാൻ കാരണമായി. ഇസ്ഹാക്കിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ഭയമായവൻ എന്ന് വിളിക്കും വിധം വേദപുസ്തകത്തിൽ 2 സ്ഥലങ്ങളിൽ ഇസ്ഹാക്കിന്റെ ഭയമായവൻ എന്ന് രേഖപ്പെടുത്തുവാൻ കഴിയും. ആ 2 സ്ഥലം, ഒന്ന് ഉൽപ്പത്തി പുസ്തകം 31 അധ്യായം 42 വാക്യം വായിക്കുമ്പോഴാണ് ഒരു സ്ഥലത്ത് കാണുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലേ? സ്തോത്രം, എന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ഭയവുമായവൻ എനിക്ക് ഇല്ലാതിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ വെറുതെ അയച്ചു കളയുമായിരുന്നു. ദൈവം എന്റെ കഷ്ടതയും എന്റെ കൈകളുടെ പ്രയത്നവും കണ്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി ന്യായം വിധിച്ചത്. വളരെ ദൈവഭയമുള്ളവനായിരുന്നു ഇസ്ഹാക്ക്. നമ്മൾ വളരെ ദൈവഭയത്തോടുകൂടി ജീവിക്കണം. ഈ ഭൂമി നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ദൈവത്തെയാണ്. ദൈവത്തെ ഭയപ്പെടുക ദൈവം നമ്മെ കൊന്നു കളയുമെന്നല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ദൈവം സ്നേഹമാണ്. നമ്മുടെ ദൈവം സ്നേഹമാണ്. പക്ഷെ അവൻ പാപത്തെ ശിക്ഷിക്കുന്നവനാണ്. നമ്മുടെ അകൃത്യങ്ങളെ ശിക്ഷിക്കുന്നവനാണ്. പാപത്തെ ശിക്ഷിക്കുന്നവൻ, അകൃത്യങ്ങളെ ശിക്ഷിക്കുന്നവൻ. എന്നാൽ അവൻ പാപികളുടെ സ്നേഹിതനും കൂടാണ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന പ്രസോദാവെ, ഞാൻ പ്രാരംഭം നിങ്ങളോട് ചോദിച്ചല്ലോ, നിങ്ങൾ കർത്താവിന് പ്രിയപ്പെട്ടവരാണോ? നിങ്ങൾ കർത്താവിനെ അല്ലയ്യ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ കർത്താവിനെ ഭയത്തോടെ കാണുന്നുണ്ടോ? ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടി നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ.
ഇസഹാക്ക് ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് അവൻ ചെയ്തതെല്ലാം നല്ല പൂർത്തീകരണത്തേക്ക്, നല്ല വിളവിലേക്കൊക്കെ കിട്ടി. അവനെ ദൈവം അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇസഹാക്കിന് യഹോവയുടെ മുന്നിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്തെ ഭയമില്ലാത്തവരാണ് ഞങ്ങളുടെ ആൾക്കാരൊക്കെ കേട്ടോ. ഹല്ലേലൂയ. ജാതികൾക്കുള്ള ഭയം പോലും ഇന്ന് ദൈവമക്കൾക്കില്ല. ദൈവം എന്തോ ഒരു കളിപ്പാട്ടം പോലെ പലർക്കും. ദൈവം എന്തോ ഒരു കളിപ്പാട്ടം പോലെ, ദൈവം എന്തോ ഒരു കളിപ്പാവ് പോലെ. ചിലർക്കാണെ ദൈവം അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇന്നും അങ്കമ്പാടി പോകുന്നവരെ പോലെയാണ്. നമ്മുടെ ദൈവം ആരാണ്? അനാദിയും ശാശ്വതമായും ദൈവമാണ്. അവൻ ആദ്യനും അന്ത്യനുമാണ്, അൽഫി ഒമേഗയുമാണ്. രാജാവും കർത്താവും, താൻ മാത്രം അമർത്തിയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും കാണാത്തനും ആർക്കും കാണാൻ കഴിയാത്തവനുമായ വചനമായിരുന്നവൻ ജഡരൂപമെടുത്തു. ഹല്ലേലൂയ. ദൈവപുത്രനായിരുന്നവൻ ജഡരൂപമെടുത്തു മനുഷ്യസാദൃശ്യൻ ഭൂമിയിലേക്ക് വന്നു. അവൻ സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സകലത്തെയും അടക്കി ഭരിക്കുന്നവനാണ്, പാപികളുടെ രക്ഷകനാണ്, പാപികൾക്ക് മോചനം നൽകുന്നവനാണ്. അങ്ങനെ നമ്മുടെ സർവശക്തനായ ദൈവത്തെ ഇസഹാക്ക് ഭയപ്പെട്ടതുപോലെ ഈ തലമുറ ദൈവത്തെ ഭയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തെ ഭയമില്ലാതെ പോയതാണ് ഇന്ന് നമ്മുടെ പരാജയങ്ങൾ മുഴുവൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഭയമാണ്. എന്തു പാപവും ചെയ്യുവാൻ മടിയില്ലാതെ മനുഷ്യൻ മാറിക്കഴിഞ്ഞു. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന, പറഞ്ഞു കൂട്ടുന്ന, പ്രവർത്തിച്ചു കൂട്ടുന്ന ഹീനവും നീചവും ക്രൂരമായ പ്രവർത്തികൾ, ഹല്ലേലൂയ, സ്തോത്രം, എത്ര ദൈവത്തെ വേദനിപ്പിക്കുന്നുണ്ട്. പാപം ചെയ്തിട്ട്, അകൃത്യങ്ങൾ ചെയ്തിട്ട്, തെറ്റ് ചെയ്തിട്ട് ദൈവത്തെ വേദനിപ്പിക്കുന്ന, ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ട്, പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ട്, അക്രമങ്ങളും രാജകത്വവും രക്തച്ചൊരിച്ചിലും കുലപാതകളും വ്യഭിചാരങ്ങളും ചെയ്തിട്ട്, പിടിച്ചുപറി മോഷണവും ഇതെല്ലാം ചെയ്തിട്ട്, ഹല്ലേലൂയ, ഭവനവേദന ചെയ്തിട്ട്, അമ്മ മാതാപിതാക്കളെ ഉപേക്ഷിച്ചിട്ട്, അവരെ കൊണ്ടൊന്ന് വഴിയോരത്ത് തള്ളിക്കളഞ്ഞ് ഓട്ടോരൂപ കൊണ്ട് തള്ളിയിട്ട് സുഖലോരൂപ ജീവിതം നയിക്കുന്ന പ്രിയ സഹോദരി, നീ ഏത് ദൈവത്തെയാണ് വിളിക്കുന്നത്? ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നീ ജീവിച്ചിട്ട് നീ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കൊടിയ പാപങ്ങൾ, ക്രൂരതയെല്ലാം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം അപ്പനെയും അമ്മയും മോനും മരുമോളും കൊണ്ട് വഴിയോരത്ത് കൊണ്ട് തള്ളി, ഓട്ടോരൂപ തള്ളി, സ്വന്തം മക്കളെ തള്ളി. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ആലപ്പുഴ ഒരു കുഞ്ഞിനെ, ഒരു പെറ്റ തള്ള, അതിനെ വെന്റിലേറ്റർ പുറത്തേക്ക് എറിഞ്ഞു. ചോരക്കുഞ്ഞിനെ പുറത്തുനിന്ന് കുട്ടിയുടെ നിലവിളി കേട്ടപ്പോൾ വാച്ചർമാർ പോയി നോക്കുമ്പോൾ ചോരയിൽ കുളിച്ചു കിടക്കുന്ന കുഞ്ഞ്. അവരതിനെ എടുത്തുകൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നല്ല സുഖത്തോടുകൂടിയ കുഞ്ഞ് കഴിയുന്നു. സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുവാൻ, അവൻ വളർന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ മറക്കയില്ലെന്ന് യെശയ്യാ പ്രവാചകൻ 41:15 നമ്മൾ വായിക്കുന്നുണ്ട്. സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നു. അവൾ മറന്നു കളഞ്ഞാലും നമ്മെ മറന്നു കളയാത്ത ഒരു ദൈവം ഉള്ളം കരങ്ങൾ വരച്ചിരിക്കുന്ന ദൈവം. അങ്ങനെ നീ ഏത് ക്രൂരത ചെയ്തിട്ടും, ഏത് കൊടിയ പാപം ചെയ്തിട്ടും കപ്പേളയുടെ മുമ്പിൽ കൊണ്ടുപോയി 101 തിരികത്തിച്ചാൽ നിന്റെ പാപത്തിന് മോചനം കിട്ടത്തില്ലെന്നാണ്. നീ പെരുന്നാളിന് മുമ്പിൽ കുട ചുമന്നത് കൊണ്ടോ, അല്ലെങ്കിൽ റാസയുടെ മുമ്പിൽ നിന്നത് കൊണ്ടോ, നീ കുർബാന എല്ലാ ദിവസവും എടുത്തത് കൊണ്ടോ, നിന്റെ പുരോഹിതന് മുമ്പിൽ നീ കുമ്പസാരിച്ചതിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞത് കൊണ്ടോ, ഹല്ലേലൂയ, നിനക്ക് യാതൊരു മോചനവും കിട്ടത്തില്ല. നീ ചെയ്തു കൂട്ടിയ പാപത്തിന് ദൈവം നിനക്ക് മറുപടി തരത്തില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നൊരു കാണും. ഞങ്ങൾക്ക് വേർപെട്ട കൂട്ടങ്ങളെ കുറിച്ച് പറയട്ടെ. ഏത് തെറ്റും ചെയ്തിട്ട്, ഏത് ക്രൂരതയും ചെയ്തിട്ട്, ഏത് അധാർമ്മികം ചെയ്തിട്ട് ഞായറാഴ്ച സഭയിലേക്ക് വന്ന് എഴുന്നേറ്റ് വിശ്വാസികളുടെ സമൂഹത്തെ പാസ്റ്റർ മുമ്പിൽ നിന്നിട്ട് എന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണം, ചെയ്യാനുള്ളതും ചെയ്തിട്ടാ. എന്നിട്ട് നീ എന്ത് വാരിക്കെട്ടി സാക്ഷ്യം പറഞ്ഞ്, എന്ത് അന്യഭാഷ പറഞ്ഞ്, എന്ത് ദൈവത്തെ എത്തിച്ചാൽ നിന്റെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഇസഹാക്കിന് ഭയമുണ്ടായിരുന്ന ദൈവത്തെ, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം അല്ലെ എന്ന് പറയുവാൻ കാരണം എന്താണ്? അബ്രഹാമിന്റെ ദൈവത്തെ ഇസഹാക്ക് ഭയപ്പെട്ടു. ഇസഹാക്ക് ദൈവത്തിന് പ്രിയനായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു ചിന്തയാണ്. ഈ കാലഘട്ടത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങളാണ് നമ്മുടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ നടക്കുന്ന. മനുഷ്യന് സ്നേഹമുണ്ടോ? മനുഷ്യന് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്നുണ്ടോ?
കുടുംബത്തിനകത്ത് കലഹം ഛിന്ന ഭിന്നമായി കിടക്കുന്ന സാഹോദര്യത്തെ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമായി. സമാധാനം നഷ്ടപ്പെട്ടു പോയിട്ട് നീ എന്ത് നേർച്ച കാഴ്ചകൾ നടത്തി, എന്ത് തീർത്ഥാടനം നടത്തിയതുകൊണ്ടും ഹല്ലേലൂയ നിന്റെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. നാം ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിനും പറയുന്നത്, എന്റെ പിതാവിന്റെ ദൈവമായി അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ഭയവുമായവൻ. ഇസഹാക്കിന്റെ ഭയമായവൻ ആരാ? അബ്രഹാമിന്റെ ദൈവം. ആ ദൈവത്തെയാണ് പിന്നീട് ഇസഹാക്കിന്റെ ദൈവം എന്ന് പറഞ്ഞത്, ഇസഹാക്കിന്റെ മകനായി യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞത്. നിനക്കത് പറയാൻ കഴിയുമോ സഹോദരനേ? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പലപ്പോഴും ദൈവത്തോട് നിലവിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, കണ്ണുനീരോടെ കരയാറുണ്ട്. എൻ്റെ എന്തിനാന്ന് പറയാമോ? കർത്താവ് ഇസഹാക്കിന്റെ ഭയമായി ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ, അങ്ങേക്ക് പ്രിയനായി ജീവിപ്പാൻ എന്നെ ഒരുക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തിലാണ്. ഹല്ലേലൂയ. ഈ സമൂഹം ദ്രോഹം ചെയ്ത്, ഹല്ലേലൂയ, എത്ര ക്രൂരത നിറഞ്ഞ കൈകൂലിക്കാർ വീഴുക. കഴിഞ്ഞ ദിവസം കൊണ്ട് DYSP ഹല്ലേലൂയ ആലപ്പുഴ അല്ലേ, ആമി വേസ്റ്റുകൾ കോരിക്കൊണ്ട് പോകുന്ന വണ്ടി പിടിച്ചിട്ട് ആ വണ്ടി വിട്ടുകിട്ടാൻ വേണ്ടി 2 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ച് 50,000 രൂപ കണ്ട് ചെന്ന് കൊടുത്തപ്പം എന്ത് ചെയ്തു? ആമി സ്തോത്രം, ആ പുള്ളി അവർ പിടികൂടി. ഹല്ലേലൂയ. പുള്ളി പെരയുടെ ആമി 2ാം തട്ടിൽ മേളിക്കിട്ട് മേൽക്കൂര പൊളിച്ച്, ഹല്ലേലൂയ, ആ മേൽപ്പുറത്ത് ഓടി മതിലിയാടി ഓടി അവർ ഓടിച്ചിട്ട് പിടിച്ചു. ഇതൊക്കെ പണ്ട് ഞാനൊക്കെ സിനിമയെ കാണുന്ന സമയത്ത് ഇന്നൊക്കെ ഉണ്ടെന്നറിയ, ഇതൊക്കെ സിനിമാ സംവിധാനം. പക്ഷെ നിയമപാലന രംഗത്ത് നിയമകർത്താക്കളെ പോലും, നമ്മുടെ നിയമത്തെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അക്രമങ്ങൾ പെരുകി. എന്നിട്ട് ഈ പുള്ളിയൊക്കെ പോയിട്ട് ഇനി പ്രാർത്ഥിച്ച ദൈവം കേൾക്കുക. ഹല്ലേലൂയ. ഒരു DYSP 8 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ആളാ. പിന്നെ കൈക്കൂലിയുടെ ആവശ്യമുണ്ടോ ശ്രോതാവി? നീ ചെയ്തത് ക്രൂരതല്ലേ. നിന്നെ ഇരിക്കുന്ന ഡ്യൂട്ടി കയറാൻ കഴിയും. നിന്നെ ഡിസ്മിസ് ചെയ്ത് വിടണം ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ. ഹല്ലേലൂയ. ഇസഹാക്കിന്റെ ഭയമായവൻ. ഞാനിതൊക്കെ ചേർത്ത് പറഞ്ഞ് നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുള്ള ക്രൈസ്തവ സമൂഹത്തെ പറഞ്ഞ ലോകവും പാടുള്ള സകല ജനത്തോടും മാനവരാശിയോടും മുഴുവൻ പറയട്ടെ, നിങ്ങൾ ഏത് ജാതിയിലായിരുന്നാലും, ഏത് മതത്തിലായിരുന്നു, ഏത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിൽക്കുന്ന വ്യക്തിയായിരുന്നാലും ഒറ്റ ദൈവമേ ഉള്ളൂ കേട്ടോ. ഒറ്റ ദൈവം. പല ദൈവങ്ങളില്ല. പല ദൈവങ്ങളും പല കർത്താക്കന്മാരും പല ദേവന്മാരും ഇല്ലെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഒറ്റ ദൈവം. ആകാശത്തെ ഭൂമി സൃഷ്ടിച്ച് അണ്ടകടാകങ്ങളെ നിർമ്മിച്ച അഖിലാണ്ടത്തിന്റെ ഉടയവനും വെമ്പാണ്ടത്തെ മുഴുവൻ അടക്കി വാഴുന്നവൻ, പ്രഭാതത്തിൽ സൂര്യനെ ആകാശത്തിൽ വിരിക്കുന്നവൻ, വൈകിട്ട് ചന്ദ്രന്റെ നക്ഷത്രങ്ങൾ വിരിച്ച് രാത്രിയും പകലും ഉണ്ടാക്കി രാത്രിയും പകലും വേർതിരിച്ചവൻ, കരയും കടലും വേർതിരിച്ചു വീട്ടിലും വെളിച്ചവും വേർതിരിച്ചവൻ. ഹല്ലേലൂയ സ്തോത്രം. സകല പ്രകൃതിയെ നിയന്ത്രിക്കുന്നവൻ, സസ്യാദികൾക്കും മൃഗങ്ങൾക്കും, വലിയ കാറ്റിലെ മത്സ്യങ്ങൾ, കാട്ടിലെ മൃഗങ്ങൾക്കും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ സകലത്തെ നിയന്ത്രിച്ച് എല്ലാത്തെയും നോക്കി പരിപാലിച്ച് പോറ്റി വളർത്തുന്ന ഒരൊറ്റ ദൈവം, യഹോവയായ ദൈവം. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മാനകുലത്തിന്റെ മുഴുവൻ പാപത്തിന് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിഞ്ഞു തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തിന്റെയും പാപങ്ങൾ വർദ്ധിച്ചവൻ നിത്യ നരകക്കടലിലേക്ക് യാത്ര ചെയ്തപ്പോൾ പിതാവായ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. അതാണ് യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായി പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുമെന്ന ഗുണം ദൈവം ലോകത്തെ സ്നേഹിച്ച് യേശു ഭൂമിയിലേക്ക് വന്ന് 33 തിരുവശുഖം ജീവിച്ചു. 3.5 വർഷം തന്റെ ശുശ്രൂഷയിലൂടെ അത്ഭുതങ്ങളും പടയാളങ്ങളും വീര്യപ്രവർത്തനങ്ങളും ചെയ്ത് മാനകുലത്തിന് രക്ഷയുടെ സന്ദേശം നൽകി, സന്തോഷം നൽകി, നിത്യജീവനെ പകർന്ന് മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഗത്സമനത്തിൽ ഗോൽഗോത്തവരെ ഭാരമേറി കുരിശിൽ ചുമന്ന് ഗോൽഗോത്തായിൽ കാൽവറിയിൽ ആ മരക്കുരിശിൽ കാരിരുമ്പാണിയാൽ തറയപ്പെട്ടവൻ മുൾക്കിരിയുടെ ധാരിയായി തീർന്നവൻ ശരീരം ഒഴിവുചാലും പോലെ നീളത്തിൽ കീറി കണ്ടാലൊരു മാംസപ്പെടം പോലെ കുരിശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തവൻ, നരകങ്ങളിൽ നമ്മെ വിടുവിച്ച ആ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ ഭയപ്പെടണം. ഇസഹാക്കിന്റെ ഭയമായവൻ നമ്മുടെ ഭയമായവനായി മാറണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് അടുത്ത് ജീവിക്കണം, കർത്താവിനോട് അടുത്ത് ജീവിക്കണം. ഈ ലോകത്തിന്റെ സുഖലോലുപം ജീവിതത്തിലേക്ക് നീ വീണ് ഈ ലോകത്തിന്റെ സുഖലോലുപങ്ങൾക്കകത്ത് മയങ്ങി ഇവിടുത്തെ ഇഷ്ടങ്ങൾക്ക് ഇമ്പങ്ങൾക്ക് അനുസരിച്ചല്ല ജീവിക്കേണ്ടത്. ഇസഹാക്കിന്റെ ഭയമായവനെ
നിങ്ങൾക്കറിയോ, എന്റെ ജീവിതമൊക്കെ കൊട്ടിയ അത്തമ്മ പാതാളത്തിലായിരുന്നു. വെറും പാപിയായ മനുഷ്യനായിരുന്നു ഞാൻ, വെറും പാപി. പൗലോസ് പാപികൾ ഒന്നാമെന്നൊക്കെ പറഞ്ഞവരെ കൊടിയ ക്രൂരനായ, നീച്ചനായ, നികഷ്ടനായ, ജട്ടികനായ, പ്രാകൃതനായ ഒരു പാപിയായ മനുഷ്യനായിരുന്നു ഞാൻ. എന്റെ നാട്ടുകാരോട് ചോദിച്ചാൽ അവർ പറയും, പാപിയായി എന്നെ സ്നേഹിച്ചവൻ, പാപിയായി എന്നെ വീണ്ടെടുത്തവൻ, പാപിയായി എന്റെ പാപത്തെ പുറത്തു തന്നവൻ, എനിക്ക് നിത്യജീവൻ തന്നവൻ, എന്റെ കർത്താവിന് ഞാൻ പ്രിയനായി മാറിയപ്പോൾ, എന്റെ കർത്താവ് എനിക്ക് പ്രിയനായി മാറിയപ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം. അതുകൊണ്ട് ഇസഹാക്കിന്റെ ഭയമായവൻ എന്റെ ഭയമായവനാ. ദൈവത്തെ ഭയപ്പെടും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ദൈവത്തെ ഭയപ്പെടണം. എന്റെ മക്കളെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ പഠിപ്പിക്കണം. അല്ലേറിയ യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യം. നമ്മൾ 125 സംഗീതത്തിൽ വായിക്കുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. ഇന്നത്തെ കാലഘട്ടം ദൈവഭയമില്ല. ഒരു ജാതിക്കും ദൈവഭയമില്ല. ഏതെങ്കിലും ജാതികൾക്ക് ഒരു ജാതിയാണല്ലോ ഇന്ന് ഭൂമിയിൽ എന്ന് പറഞ്ഞത്. ദൈവം ഒരു രണ്ട് ജാതി ആണും വേണം. പക്ഷെ മനുഷ്യൻ പിന്നെ അങ്ങ് ജാതി അങ്ങ് തിരിച്ചിന്ന് എണ്ണിയാൽ തീരാത്ത പോലെ ജാതികളാണ്. ആർക്കും ദൈവഭയമില്ല. ദൈവഭയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷൻ ആവശ്യമില്ലായിരുന്നല്ലോ. ദൈവഭയമുള്ളവരായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷൻ ആവശ്യമില്ലായിരുന്നു, കോടതിയുടെ ആവശ്യമില്ലായിരുന്നു. അല്ലേരിയ നമ്മുടെ നാട്ടിൽ കടകൾ അടക്കേണ്ട കാര്യമില്ല. എല്ലാ കടയും തുറന്നിട്ട് പോലീസ് സ്റ്റേഷനെയും കോടതി ആവശ്യമില്ലാതെ മനുഷ്യൻ സന്തോഷവും ജീവിച്ചേനെ. പക്ഷെ എന്തുകൊണ്ടാണ്? ദൈവത്തെ ഭയമില്ലാതെ, ദൈവമായി ബന്ധമില്ലാതെ വന്നപ്പോൾ അക്രമങ്ങൾ പെരുകി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മനുഷ്യൻ കുറ്റക്കാരനായി മാറി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇസഹാക്കിന്റെ ഭയമായവനെ നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ കർത്താവിനോട് നിന്നെ വിട്ടുകൊടുക്കും. നീ ഇവിടെ എത്ര വലിയ പുള്ളിയായിരുന്നാലും നിനക്കൊരു മരണം ദൈവം വെച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ പട്ടുമത്തയിൽ കോടാനുകോടി രൂപയുടെ ആമി ഉടമസ്ഥനാണ്. കോടാനുകോടി രൂപ നിനക്ക്, നീ വലിയ കോടീശനാണ്. പട്ടുമത്തയിലാണ് കിടക്കുന്നതിന് വീടിന് ചുറ്റും കാവൽക്കാരുണ്ട്. നിനക്ക് അംഗരക്ഷകരുണ്ട്. നിനക്ക് പറക്കവും ജെറ്റ് വിമാനമുണ്ട്. അല്ലേലൂയ, സ്തോത്രം. എല്ലാവരും ആഡംബര സുഖ സൗകര്യങ്ങളോട് നീ ജീവിക്കുന്നതിന് വിദേശ രാജ്യങ്ങൾ വലിയ സൗദങ്ങൾ നിനക്കുണ്ട്. നിന്നെ ആനയിച്ച് തോളിലേറ്റിക്കൊണ്ട് നടക്കുവാൻ ആയിരങ്ങൾ നീ എവിടെ ചെന്നാലും ഉണ്ട്. പക്ഷേ ഇസഹാക്കിന്റെ ഭയമായ കർത്താവായ യേശുക്രിസ്തു നിന്റെ ദൈവമാകുന്നില്ലെങ്കിൽ നിന്റെ സ്ഥിതി കട്ട പോക തന്നെ. എൻ്റെ രക്തം ചെയ്യും. ഞാൻ വേദപുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയാം. ഞാൻ എല്ലാ ദിവസവും വായിച്ച് പഠിക്കുന്നത് കൊണ്ട് കർത്താവിനോട് നീ ഇസഹാക്കിന്റെ ഭയമായവനെ അനുസരിക്കണമെന്നുണ്ട്. എത്ര പാദം പതിച്ചു പോയി നമ്മുടെ മനുഷ്യനല്ലേ. ഇവിടെ നാം ദൈവത്തിന്റെ ദൈവഭയവും ദൈവഭക്തിയും തമ്മിൽ യോജിക്കുമ്പോഴാണ് ഭയഭക്തിക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ദൈവഭക്തിയും അല്ലെങ്കിൽ സ്തോത്രം, ദൈവഭയവും ഭക്തിയും കൂടെ ഒന്നിച്ച് യോജിക്കുമ്പോൾ മാത്രമേ ദൈവഭക്തിക്കനുസരിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ കഴിയുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഭയഭക്തിയോട് ഇരിക്കുമ്പോഴാണ് പാപത്തെ കണ്ട് നമുക്ക് അതിൽ നിന്ന് ഓടി ഒഴിക്കാൻ കഴിയുന്നത്. ദൈവഭക്തിയോട് ഇരിക്കുന്നവർക്ക് മാത്രമേ പാപത്തോട് ചേർത്ത് നിൽക്കാൻ കഴിയുള്ളൂ, പാപത്തെ വെറുക്കുവാൻ കഴിയുള്ളൂ. ദൈവഭക്തി ഇല്ലാത്ത മനുഷ്യൻ എപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12:4 നിങ്ങൾ പാപത്തോട് പോരാടുന്ന പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ലെന്ന് പറയുന്നതിന്റെ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഭക്തി ഇല്ലാതെ പോയപ്പോൾ പാപത്തോട് പോരാടുവാൻ നിങ്ങൾക്ക് കഴിയാതെ പോയി. നിങ്ങൾ പാപിയായ മനുഷ്യനാ സ്വഭാവി. അല്ലേരിയ ഭക്തിയുടെ വേഷം ധരിച്ച് ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞ് പ്രച്ഛന്ന വേഷധാരികളായി ലോകത്തിൽ മത നേതാവായി നിൽക്കുന്നവർ പോലും പാപികളാണെന്ന്. അല്ലേരിയ ഭയഭക്തി ഇല്ലെങ്കിൽ ഇസഹാക്കിന്റെ ഭയമായ കർത്താവ് നിന്റെ ജീവിതത്തില്ലെങ്കിൽ അല്ലേരിയ സ്തോത്രം, നീ പാപം ചെയ്യും. ദൈവഭയം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അല്ലേരിയ പാപത്തെ നീ വെറുക്കും. അല്ലേരിയ പാപം നിങ്ങളുടെ കൂടെ നടക്കുകയല്ലേ. അല്ലേരിയ നേരം വെളുക്കുന്നിട്ട് ആർക്കാ ദോഷം ചെയ്യാൻ, ആർക്കാ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അല്ലേരിയ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയം കണ്ടില്ലേ. കേരളത്തിലെ രാഷ്ട്രീയം മാറി വന്നു എന്തെല്ലാം പ്രഹസനങ്ങൾ, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. വൈരാഗ്യം തീർക്കുക, പ്രതികാരം തീർത്ത് വൈരാഗ്യം തീർത്ത് കേരളത്തിന് സമാധാനത്തെ ഉടച്ചു കളഞ്ഞുകൊണ്ട് കേരളത്തിൽ അസ്വസ്ഥത വരുത്തി. ഇപ്പം രാജ്യത്തിന്റെ സ്ഥിതി എന്താണ്? രാജ്യത്തിന്റെ സമാധാനം കെടുത്തി ലോക രാജ്യങ്ങളുടെ സ്ഥിതി എന്താണ്? സമാധാനമില്ല.
അക്രമങ്ങൾ അഴിച്ചുവിടുന്നു, അധാർമ്മികത അഴിച്ചുവിടും, രക്തച്ചൊരിച്ചിൽ നടക്കുന്നു, പീഡകൾ വർദ്ധിക്കുന്നു. എന്തുകൊണ്ടാണ്? ദൈവഭക്തി ഇല്ലാതായിപ്പോയി. ദൈവഭക്തി ഉള്ളവൻ അവന്റെ വീട്ടിലിരിക്കും. അല്ലെ, ദൈവത്തെ ഭയപ്പെടുന്നവൻ, ദൈവഭക്തിയുള്ളവൻ, വിശ്വാസ മാർഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്ന് കർത്താവിന് വേണ്ടി ജീവിക്കുന്നവൻ, ഇസഹാക്കിനെ പോലെ നിൽക്കുന്നവൻ, അവനവന്റെ വീട്ടിൽ അവന്റെ അപ്പനോടും അമ്മയോടും അപ്പനോടും അമ്മയോടും സഹോദരനോടും ചേർന്ന്, കുടുംബക്കാരാണെങ്കിൽ ഭാര്യയോടും ഭർത്താവും മക്കളോടും ചേർന്ന് ദൈവഭക്തി ജീവിക്കും. ദൈവഭക്തി ഇല്ലാത്തവനെല്ലാം അക്രമം ഒഴിച്ചുവിട്ടുകൊണ്ടിരിക്കും. അല്ലേലിയ. ഭക്തിയുടെ വേഷമൊക്കെ ഉണ്ട്, വേഷഭൂഷാദികളൊക്കെ ഉണ്ട്. അഭിനയിക്കാൻ ജനം ഭയങ്കര ബിരുദന്മാരാണ്. അല്ലേലിയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വാ, കർത്താവ് വരാൻ സമയം. ഞാൻ മുമ്പ് ആവർത്തിച്ചു, മരണം ഏത് സമയത്തും നമ്മുടെ മുമ്പിൽ കടന്നു വരാം. മരണാനന്തര നിത്യ നരകക്കടലിലേക്ക്, നരകാത്തിയിലേക്ക് നീ പോകാതിരിക്കണമെങ്കിൽ നീ ഭൂമിയിൽ വെച്ച് തന്നെ മാനസാന്തരപ്പെടണം. ഇവിടെ വെച്ച് തന്നെ മാനസാന്തര പാപത്തിന് പരിഹാരം വരുത്തി, ശുദ്ധീകരണം വരുത്തി, നീ കർത്താവ് യേശു ആത്മരക്ഷ പ്രാപിച്ച് ഇസഹാക്കിന്റെ ഭയമായവനെ, ഈ പുതിയ നിയമസഭയുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ നീ ഭയത്തോടെ സേവിക്കണം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിൽക്കണം, യേശു വേണ്ടി നിൽക്കണമെന്നേ. ഹല്ലേലൂയ. പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നുവെന്ന് കായിനോട് ദൈവം പറഞ്ഞതുപോലെ, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു പറഞ്ഞ സകല മനുഷ്യന്റെയും ജീവിതത്തിൽ പാപം അവന്റെ ജീവിതത്തിന്റെ ഹൃദയവാതിക്കൽ കിടക്കുക, അതിന്റെ ആഗ്രഹം അവനോട്. അതുകൊണ്ട് അവൻ രാവിലെ തൊട്ട് രാത്രിയിൽ കിടക്കാൻ പോകുന്നിടം വരെ പാപത്തിന്റെ വഴിയിലൂടെ അവൻ ഓടിക്കൊണ്ടിരിക്കുക. ഇനി രാത്രിയിൽ കിടപ്പും പോലും ഇല്ലാത്ത, ഉറക്കം പോലും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്. രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന പിശാച, രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്ന സാത്താന. എന്നാൽ സാത്താനെ പോലും തോൽപ്പിച്ചിട്ട ചില മനുഷ്യർ, ചില ആണും പെണ്ണും ഒക്കെ രാത്രിയിൽ സഞ്ചരിക്കുന്നു. അവർക്ക് യാതൊരു ഭയവുമില്ല. സാത്താനാണോ വരുന്നത്, ഇപ്പം മനുഷ്യനാണോ വരുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. പിടിച്ചുപറിക്കാനും മോഷ്ടാക്കളും ഭമരവേദന ചെയ്യുന്നു, കൊള്ളയടിക്കുന്നതിനും കൊള്ളക്കാരന്മാരും ചില സകല ചതിയന്മാരും തീവ്രവാദികളും ഭീകരവാദികളും പാപത്തിൽ സന്തോഷിച്ച് ഈ ലോകസുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന പലരും രാത്രിയിലാണ് സഞ്ചരിക്കുന്നത്. രാത്രിയിൽ മൃഗങ്ങൾക്ക് ഇറങ്ങി വേട്ടയാടുവാൻ, മൃഗങ്ങൾക്ക് ഇര അന്വേഷിക്കാൻ വേണ്ടി ദൈവം രാത്രിയെ ഉണ്ടാക്കി. പിന്നെ രാത്രിയിൽ സാത്താനും അവരെ കിങ്കരന്മാരും സഞ്ചരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കി, രാത്രിയിൽ ഇവിടെ ചെന്നാൽ, ഏത് മുഖ്യം മൂലയിൽ ചെന്നാലും രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന സാത്താനേക്കാൾ വലിയ ആൾക്കാരുണ്ടെന്ന്. ശരിയല്ലേ? നിങ്ങളിത് പറയുമ്പോൾ എൻ്റെ കഴിഞ്ഞ ഒരു 25 വർഷത്തെ ജീവിതത്തെ എൻ്റെ നാട്ടിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നത് ഇതേ അനുഭവമായിരുന്നു. ഞാൻ ഡെയിലി സ്തോത്രം, എന്നെ അതിന് ദൈവം വെടിവെച്ചതാണ് കേട്ടോ. സാത്താനേക്കാളും വലിയ സാത്താനായിട്ടാണ് ഞാൻ എൻ്റെ ചെറുപ്രായം ജീവിച്ചത്. എന്നെ ദൈവം എന്നെ അതിന് വിടിവിച്ചുകൊണ്ടുവന്നതാണ്. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്റെ ദൈവമാണെന്ന് വെളിപ്പെടുത്തി ഇസഹാക്കിന്റെ ഭയമായവനെ അല്ലെങ്കിൽ ഞാനും കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ ഭയത്തോടെ സേവിക്കാൻ തുടങ്ങി. സ്തോത്രം. അനുഭവങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ, രക്തം ചെയ്യുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്നത്, ഇസഹാക്കിന്റെ ഇളയ പുത്രനായി യാക്കോബ് തന്റെ പിതാവായ ഇസഹാക്കിന്റെ കർത്താവിന്റെ പേരിൽ ഭയഭക്തിയോടെ കണ്ടു. അതുകൊണ്ടാണ് അപ്പനായ ഇസഹാക്കിന്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തത്. ഇസഹാക്കിന്റെ ഇളയപുത്രനായ യാക്കോബ് ആമീൻ തന്റെ പിതാവായ ഇസഹാക്കിന്റെ കർത്താവിന്റെ പേരിൽ ഭയഭക്തിയോടെ കണ്ടിട്ട്, അതുകൊണ്ടാണ് ഈ യാക്കോബ് ആമീൻ അപ്പനായ ഇസഹാക്കിന്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തുവെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 31:53 വായിച്ചത്. ഒന്നുകൂടെ നിങ്ങൾ വായിച്ച, അബ്രഹാമിന്റെ ദൈവവും നാഹോരിന്റെ ദൈവവും അവരുടെ പിതാവിന്റെ ദൈവമായവൻ നമുക്ക് മധ്യേ വിധിക്കട്ടെ എന്ന് പറഞ്ഞ് യാക്കോബ് തന്റെ പിതാവായ എന്ന് പറഞ്ഞ ഇസഹാക്കിന്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു. നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വന്നതിന്റെ പിന്നിലെ സംഭവം കണ്ടു. മക്കളെ വളർത്തിക്കൊണ്ട് വന്നതിന് പിന്നിൽ ഇവിടെ കണ്ടു. ഇപ്പം ഇസഹാക്കിന്റെ ഭയമായവൻ, ഇസഹാക്കിന്റെ ദൈവത്തെ ചൊല്ലി യാക്കോബ് ഹല്ലേലൂയ സത്യം ചെയ്തതാണ്. ഹല്ലേലൂയ. നമ്മുടെ തലമുറയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടോ? നിന്റെ മക്കൾക്ക് ഈ ഭയമൊക്കെ ഉണ്ടോ? ശ്രോതായി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഭയഭക്തി ഇസഹാക്കിന് എപ്പോൾ വന്നിരിക്കാം എന്ന് വിചാരിക്കുന്നത് ബാലനായിരുന്നപ്പോൾ ആണ്. ഇസഹാക്കിന് ഭയഭക്തി വന്നത് എപ്പോഴും ബാലനായിരിക്കപ്പെടാം. ഹല്ലേലൂയ. എങ്ങനെയാണ് ഭയഭക്തി വന്നത്? ഹല്ലേലൂയ. സ്തോത്രം. ആ ഭയഭക്തി വന്നത് സ്തോത്രം ഹല്ലേലൂയ താൻ മോറിയാമലയിൽ തന്റെ അപ്പന്റെ വാളാൽ യാഗത്തിന് ആമൻ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഹോവയെ ദൈവം അബ്രഹാമിനോട്, നിന്റെ ഏകജാതനായിരിക്കുന്ന മകനെ നീ മോറിയാമലയിൽ കൊണ്ടുപോയി എനിക്ക് വേണ്ടി യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ
ആമേൻ. അബ്രഹാം യാതൊരു മടിയും കൂടാതെ കുശലും കൂടാതെ തന്റെ ഭാര്യയെ സാറായിയോട് ചോദിക്കാതെ, തന്റെ വീട്ടിലുള്ളവരോട് ചോദിക്കാതെ, ദാസന്മാരോട് ചോദിക്കാതെ, ആരോടും ചോദിക്കാതെ ഇസഹാക്കിനെ കൂട്ടി, ഭാര്യക്കാരെയും കൂട്ടി കഴുത്തേക്ക് കോപ്പിട്ട് വിറകുമെടുത്ത് തീയുമെടുത്ത് കത്തിയുമെടുത്ത് മോറിയാമലയ്ക്ക് നടക്കുക. 3 നാൾ വഴി നടന്ന് 3-ാം നാൾ മോറിയാമല കണ്ടു. ഭാര്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാനും മോനും കൂടെ പോയി ഇസഹാക്കോടെ പോയി യാഗം കഴിച്ച് മടങ്ങി വരാം. 22 വായിച്ചേക്കാണ്. അങ്ങനെ യാഗപീഠം ഒരുക്കി ഇസഹാക്കിനെ യാഗപീഠത്തിൽ കിടത്തി അബ്രഹാമിന്റെ കയ്യിലിരുന്ന വാളെടുത്ത് മകനെ വെട്ടുവാൻ തുടങ്ങി. സ്വർഗ്ഗം സംസാരിച്ചു, അബ്രഹാമേ അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ ആട്ടിൻകുട്ടി കൊമ്പ് ആമേൻ കാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന കണ്ട് അതിനെ എടുത്ത് യാഗം കഴിച്ച് ഇസഹാക്കും തന്റെ അപ്പനായിരിക്കുന്ന യാക്കോബും കൂടി ഇറങ്ങി വന്ന അന്ന് ബാലനായിരുന്നപ്പോൾ ഇസഹാക്കിൻ്റെ ഉള്ളിൽ ഭയഭക്തി വന്നു. അത് തന്റെ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചു. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞു, എന്റെ അപ്പനായ ഇസഹാക്കിന്റെ ഭയഭക്തിയുള്ള ഇസഹാക്കിന്റെ ഭയഭക്തിയായവൻ, അവനെ ചൊല്ലി യാക്കോബ് സത്യം ചെയ്തത് ഇസഹാക്കിന്റെ ജീവിതത്തിൽ ആ ഭയഭക്തി ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലം മാതാപിതാക്കൾ ഉപയോഗിക്കുക, നിന്റെ ജീവിതത്തിൽ നീ മക്കൾക്ക് മാതൃകയാണോ? കുടുംബത്തിൽ മക്കൾക്ക് മാതൃകയാണോ? ദൈവസഭ ദൈവദാസന്മാരോട് ചോദിക്കട്ടെ, ക്രൈസ്തവ സമൂഹത്തോട് ചോദിക്കുക, നിന്റെ വീട്ടിൽ എന്നെ കേൾക്കുന്ന സഹോദര നിന്റെ മക്കൾക്ക് നീ മാതൃകയാണോ? ഇസഹാക്കിന്റെ ഭയഭക്തിയായ ഇസഹാക്ക് ഭയഭക്തിയോടെ സേവിച്ച യഹോവയായ ദൈവത്തിന്റെ ആമി സ്തോത്രം, ദൈവത്തിന്റെ ആ ഭയഭക്തി ഇസഹാക്ക് ജീവിച്ചതുപോലെ നിന്നെ വീണ്ടെടുത്ത് നിനക്ക് രക്ഷ തന്ന മാനസാന്തരം നിന്റെ പാപത്തിന് വിടിവിച്ച് നിനക്ക് വേണ്ടി ക്രൂശിൽ ആമേൻ പരമയാഗമായി തീർന്ന നിന്റെ പാപത്തിന്റെ കറകളെ കഴുകി നിന്നെ ശുദ്ധീകരിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശം നിത്യതെത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭയഭക്തിയിൽ നിന്റെ മക്കളെ വളർത്തുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? രക്തം ചെയ്യും എൻ്റെ ഏരിയ സ്തോത്രം. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചുമ്മാതെ ഈ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം മതി. ക്രൈസ്തവം മരിച്ചു കഴിഞ്ഞാൽ പൗലോസ് ഞാൻ നല്ലപോലെ ഒരു തോട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കീഴിൽ ഇരിക്കാൻ വെച്ചിരിക്കുന്ന ഒരു വലിയ ഫ്ലെക്സ് വെക്കും, വെറുതെ എഴുതി വെക്കുന്ന നല്ലപോലെ പൊഴുത് വിശ്വാസം കാത്ത് ഓട്ടം തികച്ച് നല്ലപോലെ ഓട്ടം തികച്ച് വിശ്വാസം കാത്ത്. ഇവിടെ കള്ളും കുടിച്ച് ആമീൻ അത്തെ കള്ളും കുടിച്ച് അടിപിടി ഉണ്ടാക്കി കലവുണ്ടാക്കി വാരിയടിച്ച് മക്കളെ അടിച്ച് ആമയെ ബഹുമാനിത്വവും അനാർദ്യമായ ജീവിതം പിടിച്ചു പറയും മോഷവും ആമയെ കൊട്ടേഷൻ ഉണ്ടാകുന്ന റൗഡീസും ഒക്കെ ആയിട്ട് നടന്നിട്ട് രാത്രി ഒരു മാതൃകയില്ലാതെ ജീവിച്ചിട്ട് മരിച്ചു കഴിയുമ്പോൾ എഴുതി വെക്കുക, ഞാൻ നല്ല പോർപ്പൊരു തോട്ടം തികച്ചു വിശ്വാസം കാത്ത് നന്നായി പോലത്തെ അമ്മി പോരടിച്ചിട്ട് മരിക്കും എഴുതി വെക്കും നല്ല പോർപ്പൊരു തോട്ടം തികച്ചു. എൻ്റെ ഒരു കള്ളു കുടിച്ചവൻ മരിക്കുമ്പോൾ എഴുതി വെക്കും നല്ല പോർപ്പൊരു തോട്ടം തികച്ചു. പെണ്ണിവിടെ വ്യഭിചാരി മരിക്കും എഴുതി വെക്കും നല്ല പോർപ്പൊരു തോട്ടം തികച്ചു. മോഷ്ടാവ് മരിക്കും എഴുതി വെക്കും നല്ല പോർപ്പൊരു തോട്ടം തികച്ചു. എന്നിട്ട് പിന്നെ ഒറ്റ പ്രസവം നമുക്ക് നിത്യത വെച്ച് കാണാം. ഏത് നിത്യത? നീ ഒരു കള്ളുകൂടിയെ നിത്യത വെച്ച് കാണാം നീ പറഞ്ഞെങ്കിൽ നീയും ആ കള്ളുകൂടിന്റെ നിത്യത നരകമായിരിക്കും കേട്ടോ. ഈ പാപികൾക്കുള്ളതല്ല സ്വർഗം വിശുദ്ധന്മാർക്കുള്ളത്. എന്നാൽ നമ്മൾ ഭയഭക്തിയോടെ ജീവിക്കണം. ഇസഹാക്കിന്റെ ഭയഭക്തിയായവരെ ചൊല്ലി യാക്കോബ് സത്യം ചെയ്തു. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ജീവിതം കണ്ട് നിന്റെ മക്കൾ പഠിക്കണം. നിന്റെ ജീവിതം കണ്ട് നിന്റെ മക്കൾ പഠിക്കണം. ചില സഹോദരന്മാർ ബ്രാൻഡിക്കടയിൽ നിന്ന് കുപ്പി മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് ഭാര്യയും മക്കളും കുടിക്കുക, എന്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി അമ്മ കുടിക്കുക. എന്നിട്ട് കൂട്ടുകാരൻ എത്രയോ സഹോദരന്മാരുടെ ഭാര്യമാരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. അങ്ങനെ ചില വിഷയങ്ങൾ എന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നീ വീട്ടിൽ കൊണ്ട് കള്ളുകൂടി നടത്തും, നാട്ടിൽ കിടക്കുന്നമാരെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് കള്ളുകുടിച്ച് വീട്ടിൽ കള്ളുകുറ്റി കൊടുക്കുമ്പോൾ ഓർത്തോ നിന്റെ വീട്ടിൽ നഷ്ടം വരുമെന്ന്. ഒന്ന് നിന്റെ ഭാര്യ നഷ്ടപ്പെടും, നിന്റെ മക്കൾ നഷ്ടപ്പെടും. പ്രൈസോ. അങ്ങനത്തെ നൂറുകണക്കിന് സംഭവങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ വിളിക്കും, ഞാൻ പറഞ്ഞുതരാം. ചില കുടുംബങ്ങൾ ഹല്ലേലൂയ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയുന്നു, കരയുക, മുമ്പ് ചെയ്ത് ഓർക്കണമല്ലോ. അതുകൊണ്ട് അബ്രഹാം മാതൃകയായ ഇസഹാക്ക് മാതൃകയായ യാക്കോബിനെ, അബ്രഹാമിന്റെ വിശ്വാസത്തെ ഇസഹാക്ക് ഏറ്റെടുത്തു, ഇസഹാക്കിന്റെ വിശ്വാസം യാക്കോബ് ഏറ്റെടുത്തു. അതുകൊണ്ട് ഇസഹാക്കിന്റെ ഭയം അനുസരിച്ച് യാക്കോബ് സത്യം ചെയ്തു. എന്നെ കേൾക്കുന്ന സഹോദരി, നിന്റെ വീട്ടിനകത്ത് ദൈവഭയം ഉണ്ടോ? നിന്റെ മക്കൾക്ക് നിന്റെ മക്കളെ ദൈവഭയത്തിൽ വളർത്താൻ നിനക്ക് കഴിയുന്നുണ്ടോ? പ്രേക്ഷകരോ ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം കേട്ടോ, രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കും. ഭയഭക്തി ഇസഹാക്കിനെ എപ്പോൾ വന്നിരിക്കാൻ താൻ വിചാരിക്കുന്നത്, താൻ ബാലനായിരുന്നപ്പോൾ മോറിയ മലയിൽ അബ്രഹാം പണിത യാഗപീഠത്തിന്മേൽ കിടത്തി ആ വിറകുമേൽ കൈകാൽ കെട്ടി ആമി കിടത്തപ്പെട്ട അവസ്ഥയിലായിരിക്കാം. സ്വന്തം അപ്പൻ തന്നെ വിട്ടുപോനായി കത്തി ഓങ്ങിപ്പോൾ ഇസഹാക്കിന്റെ ഹൃദയം, കർത്താവി എന്നെ രക്ഷിക്കൂ, നീ എന്നെ കാണുന്ന ദൈവമല്ലേ എന്നൊരു പക്ഷേ ഇസഹാക്കിന്റെ മനസ്സിൽ വന്നേക്കാം. ഇസഹാക്ക് ഒരു പക്ഷേ യാഗപീഠത്തിൽ കയ്യും കാലും കെട്ടി ബന്ധിക്കപ്പെട്ടവനായി യാഗമൃഗമായി കിടക്കുമ്പോൾ
അപ്പൻ വാളെടുത്ത് വെട്ടാനെടുക്കുമ്പോൾ ഒരുപക്ഷെ ഇസഹാക്ക് കൂടി പ്രാർത്ഥിച്ചു കാണും, അബ്രഹാമിന്റെ ദൈവമല്ലേ നീ എന്റെ ദൈവമല്ലേ, എന്നെ ഇത് രക്ഷിക്കുകയില്ലേ എന്ന് ഒരുപക്ഷെ ഇസഹാക്കിന്റെ മനസ്സിൽ കൂടി കടന്നുപോയോ എന്ന് നമുക്കറിയില്ലല്ലോ. അല്ലെ ഒരു ചിന്തയാകട്ടോ, കർത്താവ് എന്നെ രക്ഷിക്കൂ, എന്നെ കാണുന്ന ദൈവമല്ലേ എന്ന് പ്രാർത്ഥിച്ചിരിക്കാം. അപ്പോൾ ആകാശത്തിൽ നിന്നും ഉണ്ടായ ശബ്ദം അബ്രഹാം മാത്രമല്ല ഇസഹാക്കും കേട്ടിരിക്കും. അപ്പോൾ സ്വർഗത്തിൽ നിന്നുണ്ടായ അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുന്ന ശബ്ദം അബ്രഹാമിന്റെ കാതുകളിൽ മാത്രം തുളച്ചു കയറിയതായിരിക്കണമെന്നല്ല ഒരുപക്ഷെ ഇസഹാക്ക് കേട്ടിരിക്കാം കേട്ടോ. അവിടെ അങ്ങനെ എഴുതിയിട്ടില്ല. ഞാൻ പുസ്തകത്തിൽ വായിച്ചപ്പോൾ ശക്തനായ ദൈവദാസന്മാർ എഴുതിയിരിക്കുന്ന ചിന്തകളൊക്കെ എന്റെ ഉള്ളിൽ തട്ടിയപ്പോൾ ഞാനും അങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. പ്രൈസലോ ഹല്ലേലൂയ. ഇതുവരെ അബ്രഹാം മാത്രമേ ദൈവശബ്ദം കേട്ടു പരിചയപ്പെട്ടിരുന്നുള്ളൂ. ആ മോറിയാമലയിൽ വെച്ച യാഗസമയം അബ്രഹാം മാത്രമേ ദൈവശബ്ദം കേട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഇസഹാക്കിന്റെ കാതിലും ആ ദൈവശബ്ദം കേട്ടു, ബാലന്റെ മേൽ കൈവെക്കരുത്. അബ്രഹാം മാത്രം കേട്ട ദൈവശബ്ദം, അബ്രഹാം മാത്രം കേട്ടുകൊണ്ട് ദൈവശബ്ദം. മോറിയാമലയിൽ വെച്ച് യാഗപീഠത്തിൽ കിടക്കുന്ന ബാലൻ ആ ഇസഹാക്ക് കേട്ടു, ബാലന്റെ മേൽ കൈവെക്കരുത്, അവരോടൊന്നും ചെയ്യരുത് എന്ന ശബ്ദം മനോഹരമായി ധരിച്ചു. ആകയാൽ ഇസഹാക്കിന് കർത്താവിനോട് ഭയഭക്തി തോന്നി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഇപ്പൊ ദൈവശബ്ദം ആര് കേട്ടു? ഇസഹാക്കൂടെ കേട്ടു. ആ ദൈവശബ്ദം പിന്നീട് ആര് കേട്ടു? യാക്കോബ് കേട്ടു. യാക്കോബ് നദിക്കരയിൽ വെച്ച് ഒരു രാത്രി മുഴുവൻ ഉഷസാവോളം ദൂതരുമായി വെല്ലുവിളിച്ച് ബന്ധ ചെയ്തു. ആ ശബ്ദം ഇസഹാക്ക് കേട്ടു. ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാപിതാവ്, നിന്റെ മക്കളെ ദൈവശബ്ദം കേൾക്കാൻ പഠിപ്പിക്കുക. നിന്റെ മക്കളെ ദൈവശബ്ദം കേൾക്കാൻ പഠിപ്പിക്കണം. സിനിമയിൽ സീരിയൽ, റിയാലിറ്റി ഷോ, കോമഡി എന്ന് വേണ്ട TV കാണുന്ന കച്ചറ കേൾക്കാനല്ല നിന്റെ മക്കളെ പഠിപ്പിക്കേണ്ടത്. ദൈവശബ്ദം കേൾക്കുവാൻ നിന്റെ മക്കളെ പഠിപ്പിക്കണം. പ്രൈസ്. അപ്പൊ ഈ ഇസഹാക്ക് അല്ലെങ്കിൽ പറയാൻ തന്റെ അരികിൽ തനിക്ക് വേണ്ടി ബലിയാകാൻ പോകുന്ന ആടിനെ കണ്ട്, ഇസഹാക്ക് തനിക്ക് വേണ്ടി ബലിയാകാൻ പോകുന്ന ആടിനെ കണ്ട് ദൈവോത്തനായ യേശു ക്രിസ്തുവിന്റെ നിഴലായിരുന്നത്. അപ്പം ഈ മോറിയാമലയിൽ യാഗമായി തീർന്ന ആട്ടിൻകുട്ടി ഇസഹാക്കിന് പകരം യാഗമായി തീർന്ന ആട്ടിൻകുട്ടി യേശു ക്രിസ്തുവിന് നിഴലായിരുന്നു. ആ ആടിനെ കണ്ടപ്പോൾ ഇസഹാക്ക്, കർത്താവ് എനിക്ക് വേണ്ടി നീ സമാപ്തി വരുത്തിയില്ലോ, യഹോവ ഈരേ എന്ന് കരുതി അവന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിരിക്കാം. അപ്പൻ യാഗപീഠത്തിൽ നിന്ന് ഇസഹാക്കിന്റെ കൈകാലുകൾ ബന്ധിച്ച ബന്ധനമഴിച്ച് യാഗപീഠത്തിൽ നിന്ന് ഇസഹാക്കിനെ ഇറക്കി തന്നോടൊപ്പം നിർത്തി ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകുന്ന കൈകാലിൽ ബന്ധിച്ച് യാഗപീഠത്തിൽ കിടത്തി ഹോമയാഗം കഴിച്ചപ്പോൾ ഇസഹാക്കിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ജലധാരിയായി ഒഴുകിക്കാണും. അതുകൊണ്ടാണ് യാക്കോബ് ഇസഹാക്കിന്റെ ദൈവത്യാവിരിച്ചൊരു സത്യം ചെയ്തത്. എത്ര മാതൃകയുടെ ജീവിതമല്ലേ. ഹല്ലേലൂയ. ഭയഭക്തി യാക്കോബിനുള്ളിലുണ്ടായി, അതുപോലെ യോസേഫിനുള്ളിലുണ്ടായി. ആ യാക്കോബിന്റെ മകനായ യോസേഫിന്റെ ഉള്ളിലും ഭയഭക്തി ഉണ്ടായി. പോത്തിഫറിന്റെ ഭാര്യയുടെ ഇച്ഛകൾക്ക് വിധേയപ്പെടാതെ അവിടെ നിന്ന് ഓടിയൊളിക്കുവാൻ യാക്കോബിലുണ്ടായിരുന്ന ഭയഭക്തി യോസേഫിലേക്ക് വന്നു. അതുകൊണ്ട് പോത്തിഫറിന്റെ ഭാര്യയുടെ ഇച്ഛകൾക്ക് വിധേയപ്പെട്ടു കൊടുക്കാതെ പാപത്തിൽ വീണു പോകാതെ യോസേഫ് എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇറങ്ങി ഓടിയത്. അത് ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ കാണുന്ന ഒരു അനുഭവമുണ്ട്. ഭയഭക്തി അത് നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പം ഇവിടെ നമ്മൾ ദൈവത്തിനുമാണെങ്കിൽ ദൈവം നമ്മൾ വസിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ദൈവം നമ്മൾ വസിക്കുന്നുവെന്ന് തിരിച്ചറിയണം. ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നീ പാപത്തിന് വിധേയപ്പെടത്തില്ല. ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ നീ പാപം ചെയ്യത്തില്ല. ദൈവം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ പൊട്ടച്ചൊല്ലി കളിവാക്ക് ചീത്തത്തരങ്ങൾ പറയത്തില്ല. ദൈവം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ അയൽ വീട്ടിൽ പോയി നുണ പറയത്തില്ല. സഹോദരി, നിന്റെ അമ്മായിയെ കുറിച്ച്, നിന്റെ മരുമോളെ കുറിച്ച്, നിന്റെ അയൽവാസിയെ കുറിച്ച്, നിന്റെ ഭർത്താവിനെ കുറിച്ച്, നിന്റെ സഹോദരനെ കുറിച്ച്, നിന്റെ സഭയെ കുറിച്ച്, നിന്റെ ഇടയനെ കുറിച്ച്, നിന്റെ വിശ്വാസിയെ കുറിച്ച്, നിന്റെ അയൽവാസികളെ കുറിച്ച് നീ അടുത്ത വീട്ടിൽ പോയി നേഷണി പറയത്തില്ല. ദൈവം നിന്റെ ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ് നീ വീടാന്തരം നടന്ന് വീടുകളിൽ കൂടെ സഹോദരിമാരെല്ലാം വിളിച്ചുകൂട്ടി സഹോദരിമാർ പോയി നുണ പറയുന്നത്. നിന്റെ ഉള്ളിൽ ദൈവമില്ലാത്തതുകൊണ്ടാണ്. സഹോദരൻ, നീ അതിരാവിലെ എഴുന്നേറ്റ് കടത്തണ്ണയിൽ പോയിരുന്ന് കൂട്ടം കൂടിയിരുന്ന് നുണ പറയുന്നത് നിന്റെ ഉള്ളിലും ദൈവമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അധികാരികളുടെ ഹൃദയത്തിൽ ദൈവമില്ലാത്തതുകൊണ്ട് അവൻ ഈ അക്രമമെല്ലാം അഴിച്ചുവിടുന്നത്. ദൈവം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ അബ്രഹാമിനെ പോലെ, ഇസ്ഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ, യോസേഫിനെ പോലെ ഭയഭക്തിയോടെ നീ ദൈവം ഇഷ്ടം ചെയ്ത് ജീവിക്കുന്നതിനായിരിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ ഇസ്ഹാക്കിന്റെ ഭയഭക്തിയായവൻ, യാക്കോബിന്റെ ഭയഭക്തിയായവൻ, അത് യോസേഫിന്റെ ഭയഭക്തിയായവൻ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ആകുന്ന വെളിച്ചം നിന്റെ ഉള്ളിലുണ്ടോ? യേശു നിന്റെ ഉള്ളിലുണ്ടോ?
അങ്ങനെ നീ ഒരിക്കലും പാപത്തിന് ഇടയിൽ വീണുപോകുകയില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക കേട്ടോ. പ്രൈസലോ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം അല്ലെങ്കിൽ 12 വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 22 വാക്യത്തിൽ അവനോട് ഒന്നും ചെയ്യരുത്. അവനോട് ദൈവം പറയാണ്, ബാലനോട് എന്ന് പറഞ്ഞ് ഇസ്ഹാഖൻ അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടി കാണിക്കായിക്കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. തൻ്റെ ഏകജാതനായിരിക്കുന്ന മകനെ തരുവാൻ മടി കാണിക്കായിക്കൊണ്ട് അബ്രഹാം ദൈവത്തെ ഭയപ്പെടുന്നു. ആ ഭയമാണ് ഇസ്ഹാക്കിലേക്ക് വന്നത്. ആ ഭയമാണ് യാക്കോബിലേക്ക് വന്നത്. ആ ഭയമാണ് യോസേഫിലേക്ക് വന്നത്. ആ ഭയമാണ് നമ്മുടെ ഉള്ളിൽ വേണ്ടി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. കണ്ണുകളടച്ചാട്ട് ഇന്ന് പകൽ യാക്കോബ് സത്യം ചെയ്തതുപോലെ നിനക്ക് സത്യം ചെയ്യാമോ? ഇസ്ഹാക്കിന്റെ ഭയമായവനെ ചൊല്ലി നിന്റെ ഉള്ളിൽ യേശു ഉണ്ടെങ്കിൽ പാപത്തെ വിട്ട് നീ പുറത്തു വരണം. യേശുവിനെ നീ ഭയത്തോടെ സേവിക്കണം. ഓരോ കുടുംബങ്ങളും കണ്ണുനീരിലും ദുഃഖത്തിലും സങ്കടത്തിലും വ്യാധിയിലും ശാപത്തിന്റെ പാപത്തിന്റെ ബന്ധത്തിൽ സമാധാനമില്ലാതെ കുടുംബങ്ങൾ തകർന്നു, രാജ്യങ്ങൾ രാഷ്ട്രങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നടുവിൽ ദൈവത്തോടെ ജീവിക്കാം. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ രാജ്യങ്ങളുടെ സകല ജനത്തിന്റെ ഉള്ളില് ദൈവഭക്തിയും ദൈവഭയം ഉണ്ടായി കർത്താവിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭയപ്പെട്ട് കർത്താവിനോട് ജീവിക്കാൻ കർത്താവിന്റെ വരവിനായി ഒരുക്കമുടനെ തീരുവ സകല ജനത്തെ ഒരുക്കണമേ. പാപത്തിന്റെ എല്ലാ കണിയിൽ നിന്നും വശീകരണത്തിൽ നിന്നും പാപത്തിന്റെ എല്ലാ ആഗ്രഹവും ബോധം ജനം വിടിവിക്കപ്പെടുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകലത്തിന്റെ ദൈവനീതി വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.